കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച പ്രതിഭയായിരുന്നു ഫാദർ വില്യം CMI. മുൻപേ പറന്ന പക്ഷികൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രാധിപർ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, ഗ്രന്ഥകർത്താവ്, ആത്മീയ ഗുരു എന്നീ നിലകളിൽ അദ്ദേഹം ശോഭിച്ചു. ഒരു കർമ്മയോഗിയുടെ നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം കടന്നുപോയ വഴികളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. 1926 മാന്നാനം സെന്റ് എഫ്രൈംസ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ടാണ് വില്യമച്ചൻ തന്റെ സേവന ജീവിതം ആരംഭിക്കുന്നത്. 5 വർഷം അധ്യാപകനായും പിന്നീട് 13 വർഷം ഹെഡ് മാസ്റ്ററായും അദ്ദേഹം ആ വിദ്യാലയത്തെ നയിച്ചു. തലമുറകളെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച ആ കാലഘട്ടം അദ്ദേഹത്തിലെ മികച്ച സംഘാടകനെയും അധ്യാപകനെയും അടയാളപ്പെടുത്തി. ചങ്ങനാശ്ശേരി സെയിന്റ് ബെർഗ്മാൻസ് കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിപ്ലവകരമായിരുന്നു. കോളേജിൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അധ്യാപകരുടെ ശമ്പള സ്കെയിൽ ഉയർത്തുന്നതിനും സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും പുതിയ ഹോസ്റ്റലുകളും നിർമ്മിക്കുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി. ക്യാമ്പസിനുള്ളിൽ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ച് പുതിയൊരു മാതൃക അദ്ദേഹം സൃഷ്ടിച്ചു. വിരമിച്ചതിന് ശേഷം വിശ്രമ ജീവിതമല്ല, മറിച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് അദ്ദേഹം ഏറ്റെടുത്തത്. 1953 ദീപിക ദിനപത്രത്തിന്റെ മാനേജിംഗ് എഡിറ്ററായി അദ്ദേഹം ചുമതലയേറ്റു. ആ പദവിയിൽ തന്നെ മാന്നാനത്ത് ഒരു ട്രെയിനിങ് കോളേജ് ആരംഭിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. 1956 മുതൽ 1960 വരെ ആ കോളേജിന്റെ പ്രിൻസിപ്പലായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കുറ്റക്കാരായ വിദ്യാർത്ഥികളോട് അദ്ദേഹം പുലർത്തിയിരുന്ന സമീപനം ഏറെ ശ്രദ്ധേയമായിരുന്നു. ശിക്ഷയല്ല, മറിച്ച് സ്നേഹപൂർവമായ തലോടലിലൂടെ കുറ്റത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി അവരെ നല്ലവരാക്കി മാറ്റുക എന്നതായിരുന്നു വില്യമച്ചന്റെ ശൈലി. സ്നേഹത്തിന്റെ ഭാഷയിലൂടെ ഉണർവും ഉന്മേഷവും പകരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സുറിയാനി ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ അറിവ് പ്രശസ്തമാണ്. യൂണിവേഴ്സിറ്റി സുറിയാനി പഠന സമിതിയുടെ അധ്യക്ഷനായും മുഖ്യ പരീക്ഷകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച മലയാള നിഘണ്ടു കമ്മിറ്റിയിൽ അംഗമായിരുന്നു വില്യമച്ചൻ. മിശിഹ അനുകരണം, വിശുദ്ധരുടെ ജീവചരിത്രം, മിശിഹായുടെ ജീവചരിത്രം, വിശുദ്ധ 10 പിയൂസ് തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ മലയാള സാഹിത്യത്തിന് അദ്ദേഹം സമ്മാനിച്ചു. തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും തന്റെ പൗരോഹിത്യ ധർമ്മങ്ങളിൽ അദ്ദേഹം ഒട്ടും വിട്ടുവീഴ്ച വരുത്തിയില്ല. പള്ളികളിലെ ശുശ്രൂഷകൾ, കുമ്പസാരം, ധ്യാന പ്രസംഗങ്ങൾ എന്നിവയിൽ അച്ഛൻ സജീവമായി പ്രവർത്തിച്ചിരുന്നു. കർമ്മനിരതമായ ജീവിതത്തോടൊപ്പം ആത്മീയ ചൈതന്യവും അദ്ദേഹം മുറുകെ പിടിച്ചു. വാർദ്ധക്യവും രോഗവും അദ്ദേഹത്തെ തളർത്താൻ ശ്രമിച്ചപ്പോഴും ക്ഷമയോടെ തന്റെ ദൗത്യം അദ്ദേഹം തുടർന്നു. ഒടുവിൽ 1965 ഓഗസ്റ്റ് 15 ആ യതിവര്യൻ വിടവാങ്ങി. എങ്കിലും അദ്ദേഹം പകർന്നു നൽകിയ അറിവിന്റെയും സ്നേഹത്തിന്റെയും വെളിച്ചം ഇന്നും കേരളത്തിന്റെ മണ്ണിൽ പ്രകാശിച്ചു നിൽക്കുന്നു.